തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ റോസാപ്പൂക്കൾക്കകത്ത് ഈശോയുടെ കുരിശുരൂപം തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക? ആ കുരിശുരൂപം എന്തിനാണ് റോസാപ്പൂക്കൾക്കൊക്കെ നിരന്തരം അവളുടെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക? റോസാപ്പൂക്കൾ അവൾക്കേറെ ഇഷ്ടമായിരുന്നു. അവൾ അല്പം കൂടെ തിരിച്ചറിവൊക്കെ ആകുമ്പോൾ ഓരോ റോസാപ്പൂവുമായി അവൾ ഓടിയെത്തുന്നത് ഉണ്ണിയേശുവിൻ്റെ മുന്നിലേക്കാണ്. ഉണ്ണിയേശുവിന് ആ റോസാപ്പൂ കൊടുത്തിട്ട് ഈശോയോട് പറയും, ഈശോയെ, എനിക്ക് റോസാപ്പൂ ഏറെ ഇഷ്ടമാണ്, അതുകൊണ്ട് എൻ്റെ ഈശോയ്ക്കും റോസാപ്പൂ ഇഷ്ടമാണല്ലോ. പക്ഷേ ഈശോയ്ക്ക് ആരാണ് പൂ തരുവാനായിട്ട്? അതുകൊണ്ട് എല്ലാ ദിവസവും എൻ്റെ ഉണ്ണീശോയ്ക്ക് ഞാൻ റോസാപ്പൂ തരാം. അവൾ വീണ്ടും വളരുകയാണ്. വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും റോസാപ്പൂവുമായിട്ട് ഉണ്ണിയേശുവിൻ്റെ മുന്നിൽ അവൾ ഓടിയെത്തും. അപ്പോൾ ഈശോയോട് പറയും, ഈശോയെ, ഇന്ന് ഈ റോസാപ്പൂ നിൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഇതെന്നെ തന്നെയാണ് നിൻ്റെ കയ്യിലേക്ക് തരിക. ഉണ്ണിയേശുവെ, എന്നെ നിൻ്റെ കരങ്ങളിൽ നീ കാത്തോണേ എന്നവൾ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അവൾ അല്പം കൂടെ വളരുകയാണ്. അവളുടെ വളർച്ചയുടെ ആ വഴിയിൽ വീണ്ടും റോസാപ്പൂവുമായി ഓടി അവൾ ഉണ്ണീശോയുടെ മുന്നിൽ വരുമ്പോൾ പറയും, ഉണ്ണിയേശുവെ, റോസാപ്പൂ എനിക്കിഷ്ടമാണ്, ഈ റോസാപ്പൂ ഞാൻ തന്നെയാണെന്ന് എൻ്റെ ഈശോയ്ക്ക് അറിയാമല്ലോ. പക്ഷേ ഇന്ന് ഈ റോസാപ്പൂ തരുമ്പോൾ ഒരു കാര്യമുണ്ട്, എൻ്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവം അത് ഈ റോസാപ്പൂവിലുണ്ട്. എൻ്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തെ എൻ്റെ ഉണ്ണീശോയ്ക്ക് തരികയാണ്. അതും മാത്രമല്ല, ഒരുപക്ഷെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചിന്തകൾ എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ പൂ കൊണ്ടല്ലോ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകളാണ്, അതും ഞാൻ ഈശോയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുക? അവളുടെ കുറവുകൾക്കകത്ത് അവൾ ഈശോയെ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. കുറവുകൾക്കകത്ത് ഈശോയെ സൂക്ഷിക്കുമ്പോഴും ഹൃദയം നിറഞ്ഞ് അവൾ ഈശോയെ സ്നേഹിക്കുകയാണ്. നമുക്കും ഒത്തിരി കുറവുകളുള്ള മക്കളാണ്. നമ്മുടെ കുറവുകളെ ഓരോ റോസാപ്പൂക്കളായി കണ്ടാൽ ഈശോയുടെ മുന്നിൽ അത് ഓരോന്ന് സമർപ്പിക്കുമ്പോൾ, ഈശോയെ, എൻ്റെ കുറവുകളെ നീ എടുക്കുക, വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് എന്നെ അനുവദിക്കുക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഈശോയുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടാകും. ആ ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിലും വലിയ ഒരു സ്ഥാനമുണ്ടാകും.